രബീന്ദ്രനാഥ ടാഗോറിൻ്റെ പോസ്റ്റ് മാസ്റ്റർ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. പരിഭാഷ പി ശരത് ചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്റർ ജോലി കിട്ടി ആദ്യം എത്തിയത് ഉലാപ്പൂർ ഗ്രാമത്തിലായിരുന്നു. ഒരു പുരോഗമനവും ഇല്ലാത്ത ഒരു കുഗ്രാമം. ഉലാപ്പൂരിനടുത്ത് നീലം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്രിട്ടീഷുകാരനായ മാനേജർ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു പുതിയ പോസ്റ്റ് ഓഫീസ് അവിടെ കൊണ്ടുവന്നത്. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ കൊൽക്കത്തക്കാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഉലാപ്പൂർ പോലെയുള്ള ഒരു ഗ്രാമത്തിൽ കരയ്ക്ക് പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയിലായിരുന്നു അയാൾ. വെളിച്ചം കിടക്കാത്ത വൈക്കോൽ മേഞ്ഞ ഒരു കുടിലായിരുന്നു അയാളുടെ ഓഫീസ്. തൊട്ടടുത്തുള്ള പായൽ മൂടിയ കുളമൊഴിച്ച് ബാക്കി സ്ഥലമെല്ലാം കാട് കയറിക്കിടന്നു. നീലം കമ്പനിയിലെ ജോലിക്കാർക്കും ഇടനിലക്കാർക്കും ഒന്നിനും സമയമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അവർ വിദ്യാഭ്യാസമുള്ള ഒരാൾക്കു ചേർന്ന കൂട്ടുകാരായിരുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അയാളുടെ കൊൽക്കത്ത പശ്ചാത്തലം ഗ്രാമത്തിൽ അയാൾ ഒറ്റപ്പെടാൻ കാരണമായി. അപരിചിതമായ ആ സ്ഥലത്ത് ഒന്നുകിൽ അയാൾ അസ്വസ്ഥനായിരുന്നു, അല്ലെങ്കിൽ അയാൾ ധിക്കാരിയായി പരിഗണിക്കപ്പെട്ടു. ചുരുക്കത്തിൽ അയാൾക്ക് ഉലാപ്പൂരിലെ താമസക്കാരുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾക്ക് ജോലി വളരെ കുറവായിരുന്നു. ചില സമയത്ത് അയാൾ കവിതകൾ എഴുതാൻ ശ്രമിച്ചു. ആകാശത്തിലെ മേഘങ്ങളും കാറ്റിലാടുന്ന മരച്ചില്ലകളും നോക്കിയിരുന്ന് സമയം കളയുന്നവർ അനുഭവിക്കുന്ന ആനന്ദമായിരുന്നു പലപ്പോഴും അയാൾ കവിതകളിലൂടെ പറയാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ അറബിക്കഥയിൽ നിന്ന് ഒരു മന്ത്രവാദി പുറത്തിറങ്ങി വന്ന് തഴച്ചു വളർന്നു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി പകരം ആകാശം കാണാൻ പറ്റാത്ത തരത്തിൽ അവിടെ കെട്ടിടങ്ങൾ പണിയുകയാണെങ്കിൽ നഗരത്തിൽ വളർന്നെങ്കിലും ഗ്രാമത്തിലെത്തിയതോടെ പകുതി മരിച്ചു കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമായിരുന്നു. പോസ്റ്റ് മാസ്റ്റർക്ക് ശമ്പളം വളരെ കുറവായിരുന്നു. ഭക്ഷണം അയാൾ തന്നെയാണ് പാകം ചെയ്തിരുന്നത്. ആഹാരത്തിനു പകരമായി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു അനാഥ പെൺകുട്ടി അയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. രത്തൻ എന്നായിരുന്നു അവളുടെ പേര്. 12-13 വയസ്സ് വരും. അവളെ കണ്ടാൽ പെട്ടെന്നൊന്നും അവളുടെ വിവാഹം നടക്കുമെന്ന് തോന്നുമായിരുന്നില്ല. ഗ്രാമത്തിലെ തൊഴുത്തുകളിൽ നിന്ന് പുക ഉയർന്നു തുടങ്ങുമ്പോൾ കുറ്റിക്കാടുകളിൽ നിന്ന് ചീവീടുകളുടെ കരച്ചിലുയരും. ദൂരെ മറ്റൊരു ഗ്രാമത്തിലെ നാടോടികൾ അപ്പോൾ കഞ്ചാവിൻ്റെ ലഹരിയിൽ ചെണ്ടയും കൈമണിയും കൊട്ടി കർണകഠോരമായി പാട്ടുകൾ പാടുന്നുണ്ടാകും. ഇരുട്ടുവീണ വരാന്തയിൽ കാറ്റിൽ വിറയ്ക്കുന്ന ഇലകളും നോക്കിയിരിക്കുന്ന കവി പോലും ആ പാട്ട് കേട്ടാൽ ഒന്നും ഞെട്ടാതിരിക്കില്ല. പോസ്റ്റ് മാസ്റ്റർ അപ്പോൾ വീടിനുള്ളിൽ ഒരു അരണ്ട വിളക്ക് കൊളുത്തിവയ്ക്കും. പിന്നീട് അയാൾ രത്തനെ വിളിക്കും. രത്തൻ ഈ വിളി കേൾക്കാൻ വേണ്ടി ഗേറ്റിൽ തന്നെ കാവലുണ്ടാകും. പക്ഷേ ആദ്യത്തെ വിളിയിൽ അവൾ വരില്ല. അവൾ വിളിച്ചു ചോദിക്കും, ദാദാബാബു, എന്തു വേണം? പോസ്റ്റ് മാസ്റ്റർ ചോദിക്കും, നീ അവിടെ എന്തു ചെയ്യുകയാണ്? ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അടുക്കളയിലെ പണി പിന്നെ ചെയ്യാം. നീ എനിക്കിപ്പോൾ ഹുക്ക റെഡിയാക്കി തന്നാൽ നന്നായിരുന്നു. രത്തൻ ഉടൻ തന്നെ ഹുക്ക ഊതിക്കൊണ്ട്
വീർത്ത കവിളുമായി മുറിയിലെത്തും. അവളുടെ കയ്യിൽ നിന്നും ഹുക്ക വാങ്ങിക്കൊണ്ട് പോസ്റ്റ് മാസ്റ്റർ ചോദിക്കും, രത്തൻ, നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മയുണ്ടോ? അവൾക്ക് അമ്മയെപ്പറ്റി പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അവൾക്ക് ഓർക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും, പിന്നെ ഓർക്കാൻ കഴിയാത്ത ചിലതും. അമ്മയേക്കാൾ അച്ഛൻ അവളെ സ്നേഹിച്ചിരുന്നു. അവൾക്ക് ചെറിയ ഓർമ്മയുണ്ട്. ജോലി കഴിഞ്ഞ് വൈകിട്ടാണ് അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത്. അതിൽ 1-2 സന്ധ്യകൾ അവളുടെ ഓർമ്മയിൽ വ്യക്തമായി കൊത്തിവച്ചിട്ടുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ രത്തൻ പോസ്റ്റ് മാസ്റ്ററുടെ അടുത്തെത്തും. എന്നിട്ട് അവൾ അയാളുടെ കാൽക്കലായി തറയിൽ വന്നിരിക്കും. അവളുടെ അനിയനെ അവൾക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഏതോ മഴക്കാലത്ത് അവർ 2 പേരും കൂടി ഒരു കുളക്കരയിൽ നിന്ന് ഒടിച്ചെടുത്ത മരച്ചില്ലകൾ കൊണ്ട് മീൻ പിടിച്ച് കളിച്ചിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ അവളുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരോർമ്മ. ചില സമയങ്ങളിൽ അവരുടെ സംസാരം രാത്രി വരെ നീണ്ടുപോകും. പോസ്റ്റ് മാസ്റ്റർ ഉറങ്ങാനുള്ള തിടുക്കത്തിൽ ആഹാരമുണ്ടാക്കാൻ മടിക്കും. ഉച്ചയ്ക്ക് ബാക്കി വന്ന എന്തെങ്കിലും പച്ചക്കറി കൂട്ടാൻ പാത്രത്തിലുണ്ടാകും. രത്തൻ പെട്ടെന്ന് അടുപ്പ് കത്തിച്ച് കുറച്ച് ചപ്പാത്തികൾ ചുട്ടെടുക്കും. അതൊക്കെ തന്നെയായിരിക്കും അവരുടെ അത്താഴം. വല്ലപ്പോഴും കുടിലിൻ്റെ മൂലയിൽ കിടക്കുന്ന സ്റ്റൂളിലിരുന്ന് പോസ്റ്റ് മാസ്റ്റർ അയാളുടെ കുടുംബ പുരാണത്തിൻ്റെ കെട്ടഴിക്കും. അമ്മ, അനിയൻ, ചേച്ചി ഇവരെ പറ്റിയെല്ലാം അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് അവരെയെല്ലാം കാണാൻ അയാളുടെ മനസ്സ് തുടിച്ചിരുന്നു. നീലക്കമ്പനിയിലെ ജോലിക്കാരോട് എന്നെങ്കിലും പറയണമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത സ്വന്തം കാര്യങ്ങൾ അയാൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ആ പെൺകുട്ടിയോട് പറഞ്ഞു. അയാളുടെ മനസ്സിൽ ഇടയ്ക്കിടെ കടന്നു വന്നിരുന്ന കാര്യങ്ങൾ അവളോട് പറഞ്ഞതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. ഒടുവിൽ രത്തൻ പോസ്റ്റ് മാസ്റ്ററുടെ കുടുംബവുമായി അടുത്തു. അയാളുടെ അമ്മയും സഹോദരിയും സഹോദരനും അവളുടെ ബന്ധുക്കളായി അവൾക്ക് തോന്നിത്തുടങ്ങി. അവരുടെ എല്ലാം സാങ്കല്പിക രൂപങ്ങൾ അവൾ മനസ്സിൽ കണ്ടു. അന്ന് മഴക്കാലത്തെ ഒരു നല്ല വൈകുന്നേരമായിരുന്നു. ഇളം കാറ്റിന് ഊഷ്മളമായ ചൂട്. നനഞ്ഞ പുൽനാമ്പുകളിലും ഇലകളിലും സന്ധ്യാസൂര്യൻ്റെ തിളക്കം. ക്ഷീണിതയായ ഭൂമിയുടെ നിശ്വാസത്തിൻ്റെ ഇളം ചൂട് തൊലിപ്പുറത്ത് ഉരസുന്നതായി തോന്നും. പ്രകൃതി ദയനീയമായി സന്ധ്യയോട് പരാതിപ്പെടുന്നതുപോലെ ഒറ്റപ്പെട്ടുപോയ ഒരു കിളി എവിടെയോ ഇരുന്ന് വിരസമായി കരയുന്നുണ്ടായിരുന്നു. പോസ്റ്റ് മാസ്റ്റർക്ക് കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ കഴുകി വൃത്തിയാക്കിയ മരച്ചില്ലകളുടെയും മഴ ഉപേക്ഷിച്ചുപോയ മേഘക്കീറുകളുടെയും തിളക്കം മാത്രമായിരുന്നു സത്യത്തിൽ കാണാനുണ്ടായിരുന്നത്. അയാൾ അതും നോക്കിയിരുന്നു. മനസ്സിൻ്റെ ഏറ്റവും ഗാഢമായ വികാരങ്ങൾ കൈമാറാൻ പറ്റിയ ഒരു മനുഷ്യജീവി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ ചിന്തിച്ചുപോയി. ഇപ്പോഴും നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കിളി വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. സന്ധ്യയുടെ ഏകാന്തതയിൽ ചെവിയിൽ മുഴങ്ങിയ ഇലച്ചാർത്തുകളുടെ മർമ്മരത്തിൻ്റെ അർത്ഥവും മറ്റൊന്നായിരുന്നില്ല. ഉച്ചതിരിഞ്ഞുള്ള നിശ്ചല നിശബ്ദതയിൽ ഒരു കുഗ്രാമത്തിലെ അർദ്ധപട്ടിണിക്കാരനായ പോസ്റ്റ് മാസ്റ്റർക്ക് ഇത്രമാത്രം ആഴമുള്ള തരള മനോഭാവങ്ങൾ തോന്നുമെന്ന് സങ്കല്പിക്കുവാൻ കുറച്ചു മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ അത് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ. ദീർഘനിശ്വാസത്തിൻ്റെ അകമ്പടിയോടെ പോസ്റ്റ് മാസ്റ്റർ രത്തനെ വിളിച്ചു. പേരമരത്തിൻ്റെ തണലിൽ മലർന്നു കിടന്ന് പഴുക്കാത്ത പേരയ്ക്ക തിന്നുകയായിരുന്നു അവൾ. യജമാനൻ്റെ വിളി കേട്ടതും അവൾ എഴുന്നേറ്റ് അയാളുടെ അടുക്കൽ ഓടിയെത്തി. ദാദാബാബു, എന്നെ വിളിച്ചോ? ശ്വാസം വിടാതെയായിരുന്നു അവളുടെ ചോദ്യം. പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു. നിന്നെ ഞാൻ വായിക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ്.
ദിവസവും കുറച്ചു നേരം പഠിക്കണം. അതിനുശേഷം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അയാൾ അവളെ പഠിപ്പിച്ചു തുടങ്ങി. സ്വരാക്ഷരങ്ങളിൽ തുടങ്ങി വ്യഞ്ജനങ്ങളിലേക്കും കൂട്ടക്ഷരങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ പഠനം പുരോഗമിച്ചു. ശ്രാവണമാസത്തിൽ തുള്ളി മുറിയാതെ മഴ പെയ്തുകൊണ്ടിരുന്നു. കുളങ്ങളും തോടുകളും നിറഞ്ഞു കവിഞ്ഞു. രാത്രി പകലെന്നില്ലാതെ തവളകളുടെ കരച്ചിലും മഴയുടെ ഇരമ്പവും കേൾക്കാം. സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാതായി കഴിഞ്ഞിരുന്നു. ചന്തയിലേക്ക് വള്ളത്തിൽ പോകേണ്ട അവസ്ഥ. രത്തൻ വളരെ നേരം ഗേറ്റിൽ കാത്തുനിന്നു. വിളി കേൾക്കാതായപ്പോൾ അവൾ പുസ്തകങ്ങളുമായി അകത്തു കടന്നു. പോസ്റ്റ് മാസ്റ്റർ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ അവൾ പുറത്തു കടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾ അവളെ വിളിച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് അയാളുടെ അടുത്തെത്തി. അവൾ ചോദിച്ചു, ദാദാബാബു ഉറങ്ങുകയായിരുന്നില്ലേ? വളരെ പ്രയാസപ്പെട്ട് പോസ്റ്റ് മാസ്റ്റർ മറുപടി പറഞ്ഞു, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എൻ്റെ നെറ്റിയിൽ ഒന്ന് തൊട്ടുനോക്ക്. ദയനീയമായ അയാളുടെ ഏകാന്തതയിൽ ആരുടെയെങ്കിലും സാന്ത്വനം അയാൾക്ക് അനിവാര്യമായിരുന്നു. നെറ്റിയിൽ മൃദുലമായ കൈത്തലത്തിൻ്റെയും ശംഖവളകളുടെയും സ്പർശനം അയാൾ അറിഞ്ഞു. സ്ത്രൈണമായ സൗമ്യതയോടെ തൻ്റെ ഏകാന്തതയ്ക്കും രോഗത്തിനും സാന്ത്വനമായി തൊട്ടരികിൽ അമ്മയോ ചേച്ചിയോ ഉണ്ടായിരുന്നെങ്കിലെന്ന് അയാൾ ആഗ്രഹിച്ചു. അയാളുടെ ആഗ്രഹങ്ങൾ ഫലം കണ്ടു. ആ നിമിഷം മുതൽ രത്തൻ ഒരമ്മയായി മാറി. അവൾ ഡോക്ടറെ വിളിച്ചു വരുത്തി. കൃത്യസമയത്ത് അയാൾക്ക് മരുന്നുകൾ കൊടുത്തു. രാത്രി മുഴുവൻ അയാളുടെ കിടക്കക്കരികിൽ ഉണർന്നിരുന്നു. അയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടാൻ പറ്റിയ ആഹാരം അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ 1000 പ്രാവശ്യം അവൾ അന്വേഷിച്ചു, ദാദാബാബു കുറച്ചെങ്കിലും കുറയുന്നുണ്ടോ?